ഉപ്പുതറ വില്ലേജിൽ സർവേ നമ്പർ 338 ഉൾപ്പെടെ 10ഓളം സർവേ നമ്പറിൽ രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. കഴിഞ്ഞ 10 വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നുമാണ് മേഖലയിലെ കർഷകർക്ക് അനുകൂലമായ വിധി വാങ്ങിയെടുത്തത് എന്ന് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാജമാണിക്യം IAS-ന്റെ 2016 ഉത്തരവ് പ്രകാരം ഉപ്പുതറ വില്ലേജിലെ 338 ഉൾപ്പെടെയുള്ള സർവേ നമ്പറിൽ ROR സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പോക്കുവരവ് നടത്തുന്നതിനോ കരം ഒടുക്കുന്നതിനോ തടസ്സപ്പെടുത്തി ഉപ്പുതറ വില്ലേജ് ഓഫീസിൽ നിന്നും ഉത്തരവുണ്ടായിരുന്നു. 2016 മുതൽ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യ നാൾ മുതൽ ഉപ്പുതറ വില്ലേജിൽപ്പെട്ട 6 സർവേ നമ്പറിൽപ്പെട്ട 2500ഓളം തണ്ടപ്പേരി വരുന്ന കർഷകർക്ക് കരം അടയ്ക്കുന്നതിനോ ലോൺ എടുക്കുന്നതിനോ സ്ഥലം വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ കഴിയാതെ ദുരിതത്തിലായിരുന്നു. 2016 67 ദിവസം ഉപ്പുതറ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപ്പുതറയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടും വിഷയത്തിൽ ഒരു അനുകൂല നടപടിയും ഉണ്ടായില്ല എന്ന് ബാബു മേച്ചേരി പറഞ്ഞു. ഇതുകൂടാതെ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോ തുടർച്ചയായി പീരുമേട്ടിൽ നിന്നുമുള്ള CPI MLA-മാർക്കോ വിഷയത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി താൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നുമാണ് മേഖലയിലെ കർഷകർക്ക് അനുകൂലമായ വിധി മേടിച്ചതെന്നും ബാബു മേച്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് ഇത്രയും കേസുകൾ. ഞാൻ ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കേസുകൾ, ഈ കട്ടപ്പന കോടതിയിലെ ഇടുക്കി ജില്ലാ കളക്ടർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, തിരുമേറ്റി കമ്പനിയുടെ വസ്തുവിനെ കുറിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കക്ഷി ചേർന്നു. അതിൽ കക്ഷി ചേർന്നപ്പോഴാണ് നിങ്ങൾ തന്നിരിക്കുന്ന ഇതിനകത്ത് വന്നിരിക്കുന്ന സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ കോട്ടയത്തിന്റെ 28/2 ഈ കഴിഞ്ഞ മാസത്തെ ഓർഡറാണ്. ആ ഓർഡറിലാണ് ഇപ്പോൾ എനിക്ക് പോക്കോ ചെയ്യാവുന്ന എല്ലായിടത്തും നോട്ടീസ് വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രമല്ല, ഉപ്പുതറയിലെ ഈ പറയുന്ന 2500 വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ബാധകമാണ്. എല്ലാവർക്കും ഇനിയാണ് രാജമാണിക്യം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ അതാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. ആദ്യം സമരം നടത്തിയെന്ന് പറയുന്ന സമയത്തൊക്കെ ഈ സമരപന്തലിന് മുന്നിൽ ഭയങ്കര പിരിവായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം പോകാനെന്ന് പറഞ്ഞ് വളരെയധികം പിരിവ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടിയന്തരമായിട്ട് ഞാനിവിടെ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് CPI സ്ഥാനാർത്ഥി ഉപ്പുതറയിലെ ഭൂപ്രശ്നം മൂലം ദുരിതത്തിലായിരിക്കുന്ന ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ആദ്യം വിധിയിൽ നടപടി ഉണ്ടാകാത്തതിനാൽ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനിൽ അപ്പീൽ പോയാണ് വിധി സ്ഥിരപ്പെടുത്തിയതെന്നും ബാബു മേച്ചേരി പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ LDF യുവജന പ്രവർത്തകൻ വില്ലേജ് ഓഫീസിൽ വിവരാവകാശം വെച്ച് കോപ്പി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് വ്യാപകമായ സാമ്പത്തിക രാഷ്ട്രീയ ചൂഷണം നടത്തുവാൻ സാധ്യതയുണ്ടെന്നും ബാബു മേച്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.